നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇ ഇന്നു മുതൽ സജീവമായി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. 21 ഇടങ്ങളിലാണ് ഇ ഇന്ന് റെയ്ഡ് നടത്തുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ എ പത്മകുമാർ, എൻ വാസു, അതുപോലെ മുരാരി ബാബു തുടങ്ങിയ നിരവധി പ്രമുഖരുടെ വീടുകളിലാണ്, അവരുടെ ഓഫീസുകളിലൊക്കെ തന്നെയാണ് ഇന്ന് ഇ പരിശോധന നടത്തുന്നത്. ഏതായാലും ഇ കൂടി പരിശോധനയ്ക്ക് എത്തിയതോടെ ഇത് സംബന്ധിച്ച അന്വേഷണം പുതിയൊരു ദിശയിലേക്ക് മാറും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം കേരള ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഇടക്കാലത്ത് അവരുടെ ഭാഗത്തുനിന്ന് ചില വീഴ്ചകൾ ഉണ്ടായതായി ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. തുടർന്ന് ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ രൂക്ഷമായ തോതിലുള്ള വിമർശനവും അന്വേഷണ സംഘത്തിന് നേരെ ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് പലരെയും ഇവർ വീണ്ടും പിടികൂടാൻ തുടങ്ങിയിട്ടുള്ളത്. ഏതായാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുമൊക്കെ തന്നെ വിശദമായ അന്വേഷണം ഇ നടത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം വലിയ തോതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഈ ദേവസ്വം ബോർഡിലെ ഉന്നതന്മാർ എല്ലാവരും തന്നെ സമ്പാദിച്ചു കൂട്ടിയ കോടിക്കണക്കിന് രൂപ എവിടെയാണ് ഇവർ കൊണ്ട് നിക്ഷേപിച്ചിട്ടുള്ളത് എന്നറിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്നതിനൊപ്പം തന്നെ ഇത്തരത്തിൽ അവിഹിതമായി സമ്പാദിച്ചു കൂട്ടിയ ആസ്തികളൊക്കെ തന്നെ മരവിപ്പിക്കാൻ അല്ലെങ്കിൽ കണ്ടുകെട്ടാനുമൊക്കെയുള്ള നടപടിക്രമങ്ങളും ഇ വലിയ താമസമില്ലാതെ ആരംഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. സാധാരണ ചുറ്റുപാട് അല്ലെങ്കിൽ ഇടത്തരം കുടുംബങ്ങളിലൊക്കെ ജനിച്ച ഇവരിൽ പലരും കൊട്ടാര സദൃശ്യമായ വീടുകൾ വയ്ക്കുകയും നിരവധി ആഡംബര വാഹനങ്ങൾ സ്വന്തമാക്കുകയും അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർക്ക് പലർക്കും നിക്ഷേപങ്ങളുണ്ട് എന്നുമൊക്കെ നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് ഏറ്റവും ആധികാരികമായിട്ടുള്ള അന്വേഷണം നടത്താൻ രാജ്യത്ത് യോഗ്യതയുള്ള അല്ലെങ്കിൽ അർഹതയുള്ള ഏജൻസി എന്ന് പറയുന്നത് ഇ തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇ നടത്തുന്ന അന്വേഷണത്തിൽ പല ഉന്നതരും കുടുങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരെല്ലാവരും തന്നെ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന വലിയ മാഫിയ സംഘങ്ങൾ, അതായത് പുരാവസ്തുക്കളും ക്ഷേത്രത്തിലെ ആരാധനാ വസ്തുക്കളുമൊക്കെ തന്നെ വലിയ വിലയ്ക്ക് വിദേശത്തേക്ക് കടത്തുന്ന പല പ്രമുഖന്മാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യവും അന്വേഷിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ CBI കൂടി അന്വേഷിക്കാൻ എത്തുകയാണെങ്കിൽ ഇത് സംബന്ധിച്ച അത്തരത്തിലുള്ള ഒരു അന്വേഷണം കൂടി നടക്കുമെന്നാണ് കരുതപ്പെടുന്നത്. നേരത്തെ CBI ഹൈക്കോടതിയിൽ തങ്ങളിത് അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. ഹൈക്കോടതി കൂടി അനുവദിക്കുകയാണെങ്കിൽ ഇനി CBI കൂടി രംഗത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ നേരെ അറിയാൻ CBI എന്ന് പറഞ്ഞതുപോലെ കേന്ദ്ര ഏജൻസികൾ നിരന്തരമായ അന്വേഷണം നടത്തുകയാണെങ്കിൽ പിന്നെ കേരളത്തിലെ പല ഉന്നതരായ നേതാക്കളും കുടുങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇവർക്കെല്ലാവർക്കും, അതായത് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആരൊക്കെ ഭരിച്ചിരുന്നു, അല്ലെങ്കിൽ ദേവസ്വം വകുപ്പ് ഏതൊക്കെ സർക്കാരുകൾ മന്ത്രിമാർ ഭരിച്ചിരുന്നു, അപ്പോഴൊക്കെ തന്നെ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. UDF സർക്കാരിൻ്റെ കാലത്തും അന്ന് തന്ത്രിക്ക് വാജിവാഹനം വീട്ടിൽ കൊണ്ടുപോകാൻ അനുമതി കൊടുത്തതൊക്കെ തന്നെ അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രയാർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായ ദേവസ്വം ബോർഡായിരുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വാജിവാഹനം ആന്ധ്രയിലെ മറ്റുള്ളവർക്ക് വിറ്റുവെന്നും ഇത് വലിയ വിവാദമായ സാഹചര്യത്തിൽ തിരികെ എത്തിച്ചുവെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. തൻ്റെ വീട്ടിലാണ് വാജിവാഹനം ഉള്ളതെന്ന് തന്ത്രി അറിയിച്ച ആ ഒരു സാഹചര്യവും സംശയാസ്പദമാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ED പോലുള്ള ഒരു കേന്ദ്ര ഏജൻസി കൃത്യമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇക്കാര്യത്തിലുള്ള ചെമ്പ് പുറത്തുകൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. നേരത്തെ തന്നെ കേരളത്തിലെ പല പ്രമുഖരായ വ്യക്തികൾ ആവശ്യപ്പെട്ടുള്ളൊരു കാര്യമാണ്, കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിലൊരു കൃത്യമായ നടപടി ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫലമുണ്ടാവുകയുള്ളൂ ഈ അന്വേഷണത്തിന്. കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ കേന്ദ്ര ഏജൻസികൾ ഈ കേസ് അന്വേഷണം ഏറ്റെടുത്ത് കഴിയുമ്പോൾ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല. കേന്ദ്ര ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നും അവർക്കില്ല. NIA ആണെങ്കിലും ED ആണെങ്കിലും CBI ആണെങ്കിലും ഒക്കെ തന്നെ അവർക്ക് അവരുടേതായ രീതിയിൽ നേരിട്ട് അന്വേഷണം നടത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇനി അങ്ങോട്ട് EDയുടെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അറിയേണ്ടുന്ന ഒരു കാര്യം, ഇതിൻ്റെ പിന്നിൽ സാമ്പത്തിക ക്രമക്കേട് മാത്രമായിരുന്നു, മറ്റെന്തെങ്കിലുമൊക്കെ അധോലോക പ്രവർത്തനങ്ങൾ നടന്നിരുന്നു, ഒരുപക്ഷെ NIAയോ CBIയോ ഒക്കെ തന്നെ അന്വേഷിക്കേണ്ട തലത്തിലേക്ക് ഈ ശബരിമല വിഷയം, അല്ലെങ്കിൽ കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ കൊള്ള നടന്നിട്ടുണ്ട്, അവിടെയുള്ള വിലപിടിപ്പുള്ള പല സാധനങ്ങളും ഇവർ അടിച്ചുമാറ്റി വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള സംശയം ഉയരുന്ന സാഹചര്യത്തിൽ വിദേശ ബന്ധങ്ങൾ കൂടി അന്വേഷിക്കേണ്ട ആവശ്യകത വരികയാണെങ്കിൽ അതിന് കൂടുതൽ കേന്ദ്ര ഏജൻസികൾ കേരളത്തിലേക്ക് എത്തേണ്ടി വരും. ഏതായാലും കേരളത്തിലെ പ്രമുഖരായ പലരും ഇനിയും അഴിക്കുള്ളിലേക്ക് തന്നെ പോകേണ്ടി വരും എന്നാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പരിശോധന കൂടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വലിയ തോതിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൂടെ നടന്നിരുന്നു. ശബരിമലയെ ഒരു കറവ പശുവാക്കി മാറ്റിക്കൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നവരും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും എല്ലാം ചേർന്ന് കോടികൾ കട്ടുമുടിക്കുകയായിരുന്നു എന്നുള്ള ആ മഹാസത്യം ദിവസങ്ങൾക്കുള്ളിൽ ഒരുപക്ഷെ വെളിപ്പെടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ വസ്തുക്കളെക്കുറിച്ച് BSSC കൊണ്ട് നടത്തിയ അന്വേഷണ റിപ്പോർട്ടും ഹൈക്കോടതി സമർപ്പിച്ചിട്ടുണ്ട്. അറ്റകുറ്റപ്പണിക്ക് അല്ലെങ്കിൽ സ്വർണം പൊതിയാനെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയ പലതും തിരികെ എത്തിച്ചത് അങ്ങോട്ട് കൊണ്ടുപോയ വസ്തുക്കളായിരുന്നില്ല, അവിടുത്തെ പൂജാ സാധനങ്ങൾ അല്ലെങ്കിൽ വാതിൽ പല ഒന്നും തന്നെ ആയിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഒരു സംശയം വരുന്നത്. അങ്ങനെയാണെങ്കിൽ
ഇനിയും കൂടുതൽ പേർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അകത്താകുക തന്നെ ചെയ്യും എന്നുള്ള കാര്യവും ഉറപ്പാണ്.